ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സൈറാസ് രുചിക്കൂട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ചിക്കൻ പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. കണ്ടിട്ട് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാനൊരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാനൊരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അത് നമ്മളിതിലേക്ക് ചേർത്തിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഒരുപാട് ഇങ്ങനെ കരിഞ്ഞൊന്നും പോകരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ രീതിയിലൊന്ന് നമുക്കിതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. നമ്മളിതൊന്ന് ചെറുതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ അതുപോലെ തന്നെ 2 പച്ചമുളകും ഞാൻ അരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. അതും ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ മസാലയുടെ ഒരു മുളക് പൊടിയുടെ മഞ്ഞൾപ്പൊടിയുടെ ഒരു കുത്തൊന്ന് മാറുന്ന വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കുക. തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. ഇനി 1 ടീസ്പൂൺ ചിക്കൻ മസാല ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ഇതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്. അത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടത് നന്നായി ഒന്ന് വഴന്ന് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒന്ന് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാനിതുപോലെ ചിക്കൻ്റെ എല്ലില്ലാത്ത പീസാണ്. അത് ഞാൻ ഒന്ന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കൂടി ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ്. വേവിച്ചെടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് ചതച്ചെടുത്താണ് ഞാനിത് കൈ കൊണ്ടാണ് കേട്ടോ ചെയ്തത്, അല്ലാതെ മിക്സിയിലൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഒരു കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ വെറുതെ ഒന്ന് നമ്മളിങ്ങനെ പിച്ചിയിട്ടാൽ മതി. അപ്പോൾ നമുക്ക് ചിക്കൻ പുട്ടിലേക്ക് വേണ്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് പുട്ടുകുറ്റിയിലേക്ക് ഞാൻ ആദ്യം കുറച്ച് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, തേങ്ങ ചിരകിയത്. ഇനി അതിലേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുഴച്ച് വെച്ചിട്ടുള്ള പുട്ടുപൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിത് മുഴുവൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് ഞാനിത് കുറച്ച് തേങ്ങ കൂടി അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെ പുട്ടുകുറ്റിയിൽ വെച്ചിട്ട് നമുക്കിത് ഇങ്ങനെ ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.